ഹലോ ആസ. കോൾ അറ്റൻഡ് ചെയ്തതും DGP അൻവർ മുബാറക്കിൻ്റെ ശബ്ദം കേട്ട് അവളൊന്ന് മോളി. എവിടെയാ നീ? നാട്ടിലുണ്ടോ? അയാളുടെ അടുത്ത ചോദ്യത്തിനും ഉണ്ടെന്ന നിലക്ക് അവൾ വീണ്ടും മോളി. സെയിൻ്റെ സ്റ്റേഷനിൽ നിന്ന് നിനക്കേതെങ്കിലും മിസ്സിംഗ് കേസ് ഇന്ന് ലഭിച്ചിരുന്നോ? അയാൾ ഫോൺ ഒന്നുകൂടെ ചെവിയിലേക്ക് വെച്ച് ചുറ്റും നോക്കി. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന പോലെ. നോ. എമി നിന്നെ ഒന്നും അറിയിച്ചില്ല അല്ലേ? ഇല്ല. എനി പ്രോബ്ലം ദർ? ആസ വേവലാതിയോട് കൂടി ചോദിച്ചതും അയാളൊന്ന് മൂളി. ഇവ മേക്ക് ഓഫ് മിസ്സിംഗ് ബിഫോർ 2 days. വാട്ട്? ആസ ഒരു ഞെട്ടിലോടെ കുറച്ചു നേരം അനങ്ങാതെ നിന്നു. അവളുടെ കരിനീലക്കണ്ണിൽ ചോരച്ചുവപ്പ് പരന്നു. ഞാടീഞരമ്പുകൾ വലിഞ്ഞു മുറുകി പുറത്തേക്ക് എടുത്തു കാണിച്ചു. വലിഞ്ഞു മുറുകിയ മുഖം വെളുത്ത നിറത്തെ മായ്ച്ച് ചുവപ്പാൽ കാണപ്പെട്ടു. അവൾ ദേഷ്യത്തോടെ അടുത്തുള്ള ചുമരിലേക്ക് ആഞ്ഞടിച്ചു. ശ്വാസ നേരെ തൻ്റെ ക്ലാസ്സിലേക്ക് കയറിയിരുന്നു. തൻ്റെ ക്ലാസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ക്ലാസ്സിലേക്ക് നോക്കിയിരുന്നപ്പോഴാണ് ജനലരികിൽ മുഖവും വീർപ്പിച്ചിരിക്കുന്ന ഐറയെ കണ്ടത്. അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് തറഞ്ഞു നിന്നു. റിനുവും അജുവും മിസ്രിയയും ഓരോന്ന് സംസാരിച്ചിരിക്കുന്നുണ്ട്. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഐറ ദേഷ്യത്തോടെ ഇരിക്കുവാണ്. അവളുടെ കണ്ണിലേക്ക് പാറി വീഴുന്ന മുടി വീർപ്പിച്ചു വെച്ച അതേ മുഖത്തോടെ കൈകൊണ്ട് മടിയൊതുക്കുന്നുണ്ട്. ഷാസിൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. അത് കണ്ടുകൊണ്ടാണ് പാച്ചു അങ്ങോട്ടേക്ക് വന്നത്. സാറെന്താവോ ഒറ്റയ്ക്കിരുന്ന് ഗണിക്കുന്നേ? പാച്ചു ഒറ്റപ്പിരികം പൊക്കി ഷാസിനെ നോക്കി. അതെന്താ, എനിക്ക് ചിരിക്കാനും പാടില്ലേ? ഞാൻ അണങ്ങുന്നത് നോക്കി നടന്നോട്ടോ ഈ? ഷാസ് പല്ല് കടിച്ച് പറഞ്ഞത് പാച്ചു എളിച്ചു കാണിച്ചു. അല്ല, നീ എന്തേ കോളേജിനെ കുറിച്ചൊന്നും അവർക്ക് പറഞ്ഞു കൊടുക്കാതിരുന്നേ? ആ റെയിനു എന്ന കുട്ടി പറഞ്ഞു കൊടുത്തില്ലേ? ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളെയും കണ്ണ് നിറഞ്ഞിരുന്നു. അതിൽ നിന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാം ഈ കോളേജിൽ മാന്യമായി പഠിച്ചു പോകണമെന്ന്. കാരണം നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി പോരാടി ജീവിച്ചതാണ് അസ്കർ സാർ. സാറോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും ബഹുമാനമാണ് ഇപ്പോഴും മനുഷ്യർക്ക്. ശ്വാസം ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു. അസ്കർ സാറെക്കുറിച്ച് പറയാൻ അവൻക്ക് 100 നാവാണെന്ന് പാച്ചുവിനും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് മൂളി അവൻ ഷാസിനടുത്തിരുന്നു. പാച്ചുവിൽ നിന്ന് നോട്ടം മാറ്റി വെളിയിലേക്ക് നോക്കിയ ഷാസ് വരാന്തയിലൂടെ നടന്നകലുന്ന ഐറയായിരുന്നു കണ്ടത്. ഡി കിഷോറിൻ്റെ അലർച്ച കേൾക്കെ എന്തെന്ന പോലെ ഇവ അവനെ തലയുയർത്തി നോക്കി. മര്യാദ കാസാരാന്ന് പറയുന്നത് നിനക്ക് നല്ലത്. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് കിഷോർ ദേഷ്യത്തോടെ അലറിയതും അവളൊന്ന് പുച്ഛിച്ച് ചിരിച്ചു. മിസ്റ്റർ കിഷോർ, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ആസയെക്കുറിച്ച് നിനക്ക് ഞാനൊരു ചുക്കും പറഞ്ഞു തരില്ല. പുച്ഛത്തോടെ പറയുന്ന ഇവയുടെ കവിളിലേക്ക് അവൻ ദേഷ്യം തീരുവോളം ആഞ്ഞു തല്ലിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരാൾ പിറകിൽ നിന്ന് അവനെ ചവിട്ടി വീഴ്ത്തിയതും ഇവയുടെയും കിഷോറിൻ്റെയും കണ്ണുകൾ കറുത്ത മാസ്കാൽ മുഖം മറിച്ചയാളിലേക്ക് നീണ്ടു. ആസ. ഇവയുടെ ചുണ്ടുകൾ പതിയെ മൊയ്ഞ്ഞത് കേൾക്കെ കിഷോർ ആസയെ നോക്കി. ആസയുടെ കരിനീലക്കണ്ണിൽ ചുവപ്പ് രാശി പരന്നു. വലിഞ്ഞു മുറുകിയ ഞാടീഞരമ്പുകൾ എടുത്തു കാണിക്കും വിധം അവളുടെ ദേഷ്യം ഉച്ചിയിലെത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ദേഷ്യത്തോടെ കൈ ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന ആസയെ കാണെ കിഷോറിൻ്റെ ഉള്ളിൽ വെള്ളടി വെട്ടി. പക്ഷേ തൻ്റെ അനിയനെ കൊന്നത് ആസ ആണെന്നോർക്കെ അവൻ്റെ മനസ്സിൽ ദേഷ്യം ആളിക്കത്തി. ഡി ദേഷ്യത്തോടെ അലറിയവൻ ആസക്കടുത്തേക്ക് ഓടി വന്നെങ്കിലും ഒഴിഞ്ഞു മാറി അവൾ ഇവയുടെ കയ്യിലെ കെട്ടയച്ചുകൊണ്ട് പിറകിലൂടെ കിഷോറിനെ ചവിട്ടി വീഴ്ത്തി. നിലത്തേക്ക് വീണ കിഷോറിൻ്റെ കഴുത്തിൽ പിടിച്ചവൾ ഇവയെ കെട്ടിയിട്ട ചേറിയിലേക്ക് ഉന്തിയിട്ടുകൊണ്ട് ഇവയെ നോക്കിയതും ഇവ തൻ്റെ കയ്യിലെ കയറിനാൽ കിഷോറിനെ കെട്ടിയിട്ടു. പുന്നാര മോനെ, എന്ത് ധൈര്യത്തിലാണോ നീ എൻ്റെ സഹായിയെ തട്ടിക്കൊണ്ടു പോകുന്നത്? ഞാൻ നിൻ്റെ കോട്ടയിലെത്തിയാ നീ അങ്ങ് ഉണ്ടാക്കുമെന്ന് പറയുന്നതൊക്കെ കേട്ടല്ലോ. എന്നിട്ടെന്തേ എൻ്റെ രോമത്തിൽ പോലും തൊടാതെ ഇരിക്കുന്നേ? പുച്ഛത്തോടെ ആ ഇരുട്ടുമുറിയിൽ അവളുടെ ശബ്ദം പ്രതിധ്വനിച്ചു കേട്ടു. ആസയെ നേരിട്ട് കണ്ടവരിൽ ചുരുക്കം പേരെ ഇന്ന് ജീവനോടെയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നീ നിന്റെ മരണത്തെയാണ് കിഷോർ വിളിച്ചു വരുത്തിയത്. കസേരയിൽ കയറിനാൽ ബന്ധിതനായ കിഷോറിനെ നോക്കി ഇവ പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് ആസയെ നോക്കി. പൊക്കോ. ആസ പറഞ്ഞത് കേൾക്കെ ഇവ ആ ഇരുട്ടുമുറിയിൽ നിന്ന് പുറത്തേക്ക് പ്രവേശിച്ചു. ഇവ പോയ വഴിയെ നോക്കി ഗൂഢമായി ചിരിച്ചുകൊണ്ടവൾ കയ്യിലെ കത്തി കിഷോറിൻ്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. എമീൻ. ആസ ദേഷ്യത്തോടെ വിളിച്ചതും എമി ഇരുന്നിടത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. ആസ, നീ എന്താടി ഇവിടെ? എമി കണ്ണുവിടർത്തി ചോദിച്ചതും ആസ അവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ച് കൊല്ലാതെ കാര്യം പറയടി. ഇവ എവിടെ? അവൾ അവളുടെ ഫ്രണ്ടിനെ വിട്ടു പോയതാ. ഓഹോ, അപ്പോൾ ഇതാരാ? അകത്തേക്ക് കയറി വരുന്ന ഇവയെ ചൂണ്ടി ആസ ചോദിച്ചതും എമിയുടെ മനസ്സൊന്ന് ശാന്തമായി. അപ്പം എല്ലാം അറിഞ്ഞല്ലേ? ഒന്ന് ഇളിച്ചു ചോദിക്കുന്നവനെ കണ്ട് അവൾ പല്ലുകടിച്ച് സോഫയിലേക്ക് ഇരുന്നതും എമി ഓടി വന്ന് ഇവയെ കെട്ടിപ്പിടിച്ചു. ഇവ മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഹേയ് ഇല്ല, ഞാൻ ആസയെ കഷ്ടപ്പെടുത്തണ്ടല്ലോ വിചാരിച്ചാണ് ആദ്യം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തത്. അതുപോലെ ആസ കമ്പനി നോക്കി നടത്തുന്ന നമുക്കും ആസയെ അറിയില്ലെന്ന് തെളിയിക്കാനും കൂടിയാണ്. നീ എവിടെയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചതുമാണ്. അവിടെയൊക്കെ നമ്മുടെ ടീമിലെ ആളുകളെ പറഞ്ഞയച്ചതുമാണല്ലോ. അവരെ നിങ്ങൾ കണ്ടില്ലേ? കണ്ട്. അവരതുപോലെ തിരികെ അയച്ചു. പിന്നെ ഇനി മേലിൽ ഏതെങ്കിലും കേസ് എന്നെ അറിയിക്കാതിരുന്ന നീ വിവരം അറിയും ഇമി നഷ്മിലെ. ദേഷ്യത്തോടെ പറഞ്ഞ് ആസ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. നീ പോവാണോ? പോട്ടെ.
രണ്ടും സേഫായി വീട്ടിലേക്ക് പോകണം. പിന്നെ എമി, നിൻ്റെ ഫോണിലേക്ക് ഞാനൊരു പിക്ക് അയച്ചിട്ടുണ്ട്. അത് സെയിനും അൻവർ സാറിനും അയച്ചു കൊടുത്തേക്കും. എന്നിട്ട് ഇവ സേഫാണെന്നും പറ. അത്രയും പറഞ്ഞ് അവിടുന്ന് ആസ നടന്നകന്നു. എമീൻ തൻ്റെ ഫോണിലേക്ക് ആസ അയച്ച പിക്ക് നോക്കി. മരിച്ചു കിടക്കുന്ന കിഷോറിൻ്റെ ഫോട്ടോയാണത്. ആ ഫോട്ടോ അൻവർ സാറിന് സെൻഡ് കൊടുത്തവൻ പിക്ക് ലാപ്പിലേക്ക് മാറ്റി അതിൽ നിന്ന് സെയിനും ആ ഫോട്ടോ ഷെയർ ചെയ്തു. സെയിന് അയച്ച പിക്കിൻ്റെ അടിയിൽ ഇവാസ് കേസ് ഈസ് ഓവർ എന്ന് ക്യാപ്ഷനും കൊടുത്തു.